നമസ്കാരം. ഈ സീസണിൽ ഹിന്ദിയിൽ നിന്ന് വന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഗോപി ചന്ദ് മലിനേനി കഥ എഴുതി സംവിധാനം ചെയ്ത് സണ്ണി ഡിയോൾ, രൺദീപ് ഹൂഡ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ജാട്ട്. വർഷങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു സംഭവവും അതിന്റെ തുടർച്ചയായി ആന്ധ്രാപ്രദേശിലെ ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ രണതുംഗ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുന്നു. കഥയുടെ പ്രസന്റിലെത്തുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു കൊറിയർ വരുന്നതും അതിലൊരു കുട്ടിയുടെ കത്തുമുണ്ട്. കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉടനെ തന്നെ CBI ഓഫീസറെ ഏർപ്പാടാക്കുന്നു. വൈകാതെ കഥ നടക്കുന്ന സ്ഥലത്തെ ഒരു കടയിൽ യാത്രക്കിടയിൽ ഇഡ്ഡലി കഴിക്കാനെത്തുന്ന നായകൻ കുറേയേറെ ബിൽഡപ്പുകൾ തുടക്കത്തിൽ തന്നെ നൽകുന്നുണ്ട്. ആ സമയം കൊണ്ട് പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ച് ചില സൂചനകൾ കൂടെ നൽകുന്നു. പക്ക ഒരു മസാല ഫോർമാറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ജാട്ട്. വയലൻസ് പല രീതിയിൽ നമ്മൾ സിനിമയിൽ കാണാറുണ്ടല്ലോ. ഇതിലെ വയലൻസ് സീനുകൾ വരുമ്പോൾ സത്യത്തിൽ ഞാൻ കണ്ണടക്കുകയാണ് ചെയ്തത്. പല സ്ഥലങ്ങളിലും തല അറുത്ത് കളയുക, വിരലുകൾ അറുത്ത് കളയുക എന്നൊക്കെ ഒന്നൊന്നുമല്ല, തുരുതുരയാണ്. ഞാൻ ആദ്യം തന്നെ അത് പറയാൻ കാരണം എന്നെ സംബന്ധിച്ച് അത് അസഹനീയമായൊരു കാഴ്ചയായിരുന്നു. ക്രൂരത എന്ന് പറയാനാണ് കാണിക്കുന്നതെങ്കിലും അരോചകമാവുന്ന വിധത്തിൽ തന്നെ ചെയ്യണം എന്നില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വില്ലന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ നാടിന്റെ അവസ്ഥയൊക്കെ പറയുമ്പോൾ തന്നെ ഒരു രക്ഷകൻ അനിവാര്യമാണ് എന്ന് നാട്ടുകാർക്ക് മുന്നേ തോന്നുകയും സിനിമ കാണുമ്പോൾ പ്രേക്ഷകനും തോന്നുമല്ലോ. അങ്ങനെ രക്ഷകൻ വരുന്നു. എത്രയോ തവണ കണ്ടതും കേട്ടതുമായ കഥ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനം കുറച്ച് കാശ് മുടക്കി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്ക്രീനിൽ കാണാം. പിന്നെ തീർച്ചയായും ഒന്ന് ഹൈ ആക്കാൻ അവസാനം ചില പരിപാടികളൊക്കെ ഉണ്ട്. അതും ഒരു ഓക്കെ ഫീൽ മാത്രമാണ് സമ്മാനിച്ചത്. മാസ് മസാല സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിത്രം വർക്കായേക്കാം. എന്നെ സംബന്ധിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം സിനിമ മികച്ച അനുഭവമായി മാറുന്നതുമില്ല. വളരെ സീരിയസ് ആയ വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്തും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഒട്ടും സീരിയസ് ആയി അല്ല സമീപിക്കുന്നത്. സണ്ണി ഡിയോളിനെ സംബന്ധിച്ച് ആക്ഷൻ സീക്വൻസുകളിൽ കിൻഡൽ അടി എന്ന് പറഞ്ഞാൽ നമുക്കും ഫീൽ ചെയ്യും എന്നതൊരു പോസിറ്റീവ് തന്നെയാണ്. ബുൾഡോസർ പരിപാടിയൊക്കെ കൊള്ളാം. സിനിമയെ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് സണ്ണി ഡിയോളിന്റെ ഷോ തന്നെയാണ്. വില്ലനായെത്തുന്ന രൺദീപ് ഹൂഡയും കിട്ടിലിനായി തന്നെ ചെയ്തിട്ടുണ്ട്. ഡയലോഗ്സ് എന്നതിനേക്കാൾ നോട്ടങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു ഭയമൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കഥ എന്നതിനേക്കാൾ ഇവർ രണ്ടുപേരുടെയും ഒരു ഷോ എന്ന നിലയിൽ ജാട്ട് ആശ്വാസമാകുന്നുണ്ട് എന്ന് പറയാം. പിന്നെ പറയേണ്ടത് രണതുംഗയുടെ ഭാര്യ കഥാപാത്രമായി എത്തുന്ന റെജീന കസാൻഡ്രയാണ്. ഒരു ദയമില്ലാത്തൊരു കഥാപാത്രം എന്ന് തന്നെ പറയാം. ആ ഇന്റൻസിറ്റിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. CBI ഓഫീസറായി എത്തുന്ന ജഗപതി ബാബുവിന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടെന്ന് തോന്നിയില്ല. ടെക്നിക്കലി നോക്കിയാൽ പ്രത്യേകിച്ച് ആക്ഷൻ പരിപാടികളൊക്കെ കൊള്ളാമെന്ന് തോന്നി. രാമായണ റെഫറൻസിലാണ് സിനിമയിലെ നായകനെയും വില്ലനെയും അവതരിപ്പിക്കുന്നതും കഥ തുടങ്ങുന്നതും. മാസ് മസാല സിനിമകളുടെ ടെംപ്ലേറ്റഡ് പരിപാടിയിൽ പോകുമ്പോഴും കാര്യമായി എവിടെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുമില്ല. കാരണം പലതും പ്രഡിക്റ്റബിൾ ആണ് എന്നത് തന്നെ. രണ്ടാം പകുതിയിൽ രാജ്യസ്നേഹവും കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള പടയൊരുക്കവും ഒറ്റയാൾ പോരാട്ടവും ഒക്കെ ആകുമ്പോഴേക്കും പ്ലെയിൻ ആയി തന്നെ പോകുന്നൊരവസ്ഥയാണ്. ഒരു ഹൈ മൊമെൻ്റ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇത്രയേറെ ശബ്ദവും ബഹളവും ഒക്കെ കേട്ടതുകൊണ്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ ചെറിയൊരു തലവേദനയുമുണ്ട്. ഓവറോൾ ആവറേജിൽ ഒതുങ്ങിയ ചിത്രമാണ് എന്നെ സംബന്ധിച്ച് ജാട്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.